നെൽകർഷകർക്ക് ഒപ്പം നിൽക്കുന്നവർക്ക് വോട്ട് എന്ന പ്രചാരണവുമായി കുട്ടനാടൻ കർഷകർ ഇന്ന് നിലമ്പൂരിലെത്തും. നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രചാരണം. നെല്ലിൻ്റെ വിലയും നെൽവിത്തിൻ്റെ ലഭ്യതയും ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ആണ് കർഷകർ പ്രധാനമായും ഉയർത്തുന്നത്. രണ്ടാം കൃഷി ഇറക്കാൻ പണവും വിത്തും സുരക്ഷിത പാടവുമന്യമായ കുട്ടനാടൻ നെൽകർഷകർ സംസ്ഥാന സർക്കാരിൻ്റെ അവഗണനയിലുള്ള പ്രതിഷേധവുമായാണ് ഇന്ന് നിലമ്പൂരിൽ എത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കർഷകർക്ക് ഒപ്പം നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന ആശയപ്രചരണമാണ് കർഷക കൂട്ടായ്മയുടെ ലക്ഷ്യം. മാർച്ച് 31 വരെ നെല്ല് സംഭരിച്ചവർക്ക് മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് SBIയുടെയും കാനറ ബാങ്കും വഴിയായിട്ട് തുക വിതരണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നെല്ല് സംഭരിച്ച ആളുകളുടെ നെല്ലിൻ്റെ വില ലഭ്യമാക്കുന്നതിന് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. എപ്പോൾ ഈ വില ലഭ്യമാകുമെന്നോ എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്നോ ഒരു ബന്ധപ്പെട്ട അധികാരികളും വ്യക്തമായി ഞങ്ങളോട് പറയുന്നില്ല. ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സംഭരിച്ച നെല്ലിൻ്റെ വിലയായി 840 കോടിയിലധികം രൂപ കർഷകർക്ക് ലഭിക്കാനുണ്ട്. മാർച്ചിന് ശേഷം സംഭരിച്ച നെല്ലിൻ്റെ വില ഒരു കർഷകനും നൽകിയിട്ടില്ല. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു നൽകിയ നെല്ലിൻ്റെ താങ്ങുവില കർഷകർക്ക് നൽകാതെ സംസ്ഥാന സർക്കാർ തട്ടിയെടുത്തു. രണ്ടാം കൃഷിക്കുള്ള വിത്തിൻ്റെ ലഭ്യതയിലും ഇനിയും നടപടിയുണ്ടായിട്ടില്ല. കർഷകരോടുള്ള ഈ അനാസ്ഥ നിലമ്പൂരിലെ വോട്ടർമാരെ അറിയിക്കുകയാണ് നിലമ്പൂരിലെത്തുന്ന നെൽകർഷക സംരക്ഷണ സമിതി പ്രവർത്തകരുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് നിലനിൽക്കണം. കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിലെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നെൽകർഷകൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചിരിക്കുന്ന MSP അടക്കം സംസ്ഥാന ഗവൺമെൻറ് നൽകേണ്ട കുടിശ്ശിക അത് ഞങ്ങൾക്ക് വിതരണം ചെയ്യണം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും കർഷകരോടുള്ള അവഗണന ചർച്ചയാക്കാനാണ് കുട്ടനാടൻ കർഷകരുടെ തീരുമാനം. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.